ഇങ്ങനെ ഇവിടെ വന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. വളരെ നല്ല മാറ്റമുണ്ട് കുട്ടികൾ. ആൻറ്റിബോഡി കുറഞ്ഞു. തൈറോയ്ഡ് നോഡ്യൂൾ കഴിഞ്ഞ വർഷം സ്കാൻ ചെയ്തു, വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ചെക്ക് ചെയ്തു. മൊത്തത്തിൽ നല്ല മാറ്റമുണ്ടോ? വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നേരത്തെ ഭയങ്കര ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ഭയങ്കര ഗുഡ് ഫീൽ ആവുന്നുണ്ട്. ഭയങ്കര മാറ്റം തോന്നിയിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നും നമ്മുടെ ഒരു ദിവസമേ അന്നത്തെ ദിവസം പോയി ഇപ്പൊ അത് മാറി ഇല്ലേ? ഇപ്പൊ ഈ കൂടി നിൽക്കുന്ന ഈ താരനെ പെട്ടെന്നൊന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നതാണ് ഓസോൺ തെറാപ്പി എന്ന് പറയും. കാരണം വലിയ പ്രൊസീജിയർ ഒന്നും അല്ല. ഒരു ബാഗ് മീൻസ് സ്കാൽപ്പ് കവർ ചെയ്തിട്ട് ഓസോൺ എയർ നമ്മൾ അതിൽ ഒരു ബാഗിലൂടെ അല്ലെങ്കിൽ ഒരു ട്യൂബിലൂടെ കടത്തിവിടുന്ന ഒരു പ്രൊസീജിയറാണ്. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ്. അലർജി പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തോ. ഞാൻ നിൽക്കുന്ന എറണാകുളത്ത് കളമശ്ശേരിയിലാണ്. ഒരുപാട് അലർജി പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റുന്ന കുറെ ഡോക്ടേഴ്സുമാരുടെ അടുത്തോട്ടാണ് നമ്മൾ. ഡോക്ടർ നമസ്കാരം. അലർജി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ്. ഒരു ടീം തന്നെ, ഡോക്ടേഴ്സിന്റെ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട്. നമ്മൾ അതിനത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കാണ്. അപ്പൊ അലർജി മാത്രമല്ല, നമുക്ക് അലർജി പോലെ തന്നെ ജീവിതശൈലി എല്ലാ രോഗങ്ങളും, ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും തൈറോയ്ഡ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അലർജിക്ക് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മളൊരു ട്രീറ്റ്മെന്റ്, ഓസോൺ തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് റിസൾട്ട് വന്നവരുണ്ട്. അമ്മ നമസ്കാരം. എങ്ങനെയുണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട്? വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 2022 എനിക്ക് തൈറോയ്ഡ് നോഡ്യൂൾസ് ഉണ്ടെന്ന് സ്കാൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ അലോപ്പതി മരുന്നിനേക്കാളും നേരത്തെ തുടങ്ങിയ നാച്ചുറോപ്പതിയാണ് എനിക്ക് താല്പര്യം. അങ്ങനെ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 3 വർഷമായി. അന്ന് നോഡ്യൂൾസ് ഉണ്ടായിരുന്നു, IBS വയറിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ അയൺ ഡിഫിഷ്യൻസി ഉണ്ടായിരുന്നു, ആൻറ്റിബോഡി വളരെ ഹൈ ആയിരുന്നു, തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി. ഈ 3 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ആൻറ്റിബോഡി കുറഞ്ഞു. തൈറോയ്ഡ് നോഡ്യൂൾ കഴിഞ്ഞ വർഷം സ്കാൻ ചെയ്തു, വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ചെക്ക് ചെയ്തു, വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? മൊത്തത്തിൽ നല്ല മാറ്റമുണ്ടോ? വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് അതല്ലേ, ഓസോൺ തെറാപ്പിയാണിത്. അപ്പം ആൾക്ക് ഭയങ്കര, മോൾക്ക് ഭയങ്കര അലർജി, രാവിലെ എഴുന്നേറ്റ് എപ്പോഴും തുമ്മല്, ചീറ്റല്, മൂക്ക് ചൊറിച്ചല്, കണ്ണ് ചൊറിച്ചല്, അങ്ങനെ ഭയങ്കര അലർജിയാണ്. കുഞ്ഞിലേ തൊട്ടുള്ളതാണ്. സിവിയർ ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എന്നെ വന്ന് കണ്ടു. ഞാൻ കേസൊക്കെ എടുത്ത് ആൾക്ക് സജസ്റ്റ് ചെയ്തൊരു ട്രീറ്റ്മെന്റ് ആണ് ഓസോൺ തെറാപ്പി. ഇതെന്ന് പറയുന്നത് മെഡിക്കൽ ഗ്രേഡ് ആയിട്ടുള്ള ഓക്സിജനെ നമ്മൾ മെഷീനിലൂടെ കടത്തിവിട്ട് അയണൈസ് ചെയ്ത് ഓസോൺ എന്ന് പറഞ്ഞൊരു മോളിക്യൂളാക്കി മാറ്റും. എന്നിട്ട് ഇതുപോലെ ചെറിയ ട്യൂബിലൂടെയാണ് ഇൻഹെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓസോണിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് ഇതൊരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമുക്ക് സെല്ലുകൾക്ക് വരുന്ന കോശങ്ങളുടെ ഡാമേജുകളൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ, അതുപോലെ വൈറൽ ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ശ്വാസതടസ്സമൊക്കെ വരുന്നത് ലങ്സിന്റെ കപ്പാസിറ്റി കുറയുന്നത് കൊണ്ടാണ്. അതായത് ലങ്സിലോട്ട് ഓക്സിജൻ എത്തുന്നത് കുറയുന്നത് കൊണ്ട്. സോ ആ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കൂട്ടാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഓസോൺ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിലവിലുള്ളത് വെച്ച് ഈ അലർജി പ്രശ്നം അനുഭവിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഓസോൺ. അതെ 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 അല്ലേ? അമ്മ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല മാറ്റമുണ്ട്, വളരെ നല്ല മാറ്റമുണ്ട്. രാവിലെ ഈ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ ഇന്നും, അല്ലേ? ഇപ്പൊ വന്നതിന് ശേഷം നല്ല അത് അവർക്ക് മാത്രമല്ല എനിക്കും ഉണ്ടായിരുന്നു. ഹെറിഡിറ്ററി ആയിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡോക്ടറിനെ പറ്റി അറിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. വളരെ നല്ല മാറ്റമുണ്ട് കുട്ടികൾ. അല്ലേ? ഇത് വെച്ചോട്ട് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റും. എന്താ ഫീൽ ചെയ്യുന്നത് ഇതിങ്ങനെ ആദ്യം ഇങ്ങനെ കണ്ടപ്പോ? ഇത് നോർമലാണ്, നമുക്കൊന്നും ഫീൽ ചെയ്യൂല. ഇറ്റ്സ് നോർമൽ. എനിക്ക് നേരത്തെ ഭയങ്കര ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ഭയങ്കര ഗുഡ് ഫീൽ ആവുന്നുണ്ട്. ഭയങ്കര മാറ്റം തോന്നിയിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നും നമ്മുടെ ഒരു ദിവസമേ അന്നത്തെ ദിവസം പോയി ഇപ്പൊ അത് മാറി ഇല്ലേ? അപ്പം അലർജി പ്രശ്നം അനുഭവിക്കുന്നവർക്ക് പറ്റിയ നിലവിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മയും മോളുമാണ് ഇപ്പൊ കണ്ട വളരെ സിമ്പിൾ ആയിട്ട് മാറി. ഓസോൺ ട്രീറ്റ്മെന്റ് തന്നെ ഉണങ്ങാത്ത മുറിവും ഉണക്കാൻ പറ്റും അല്ലേ? പറ്റും. എത്ര പഴക്കം ചെന്ന മുറിവായാലും ഈ അൾസർ കൊണ്ടുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള മുറിവുകൾ ഉണക്കാൻ പറ്റും. അതെന്താ ഡോക്ടറെ അത്ര എഫക്റ്റീവ് ആവുന്നത് എങ്ങനെയത്? നമ്മളിപ്പോ ഓസോൺ തെറാപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ബ്ലഡ് സർക്കുലേഷൻ ആണ് കൂട്ടുന്നത്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയാൽ തന്നെ ആ ഒരു ഏരിയയിലുള്ള മുറിവുകളൊക്കെ ഹീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ അവിടെയുള്ള ബാക്ടീരിയകളൊക്കെ ഇതിന് ആന്റി മൈക്രോബിയൽ
പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബാക്ടീരിയസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകുന്നതുകൊണ്ട് വേഗം മുറിവ് ഉണങ്ങിക്കോളും. ഇപ്പൊ ഈ കൂടി നിൽക്കുന്ന ഈ താരനെ പെട്ടെന്നൊന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നതാണ് ഓസോൺ തെറാപ്പി എന്ന് പറയും. എന്നാൽ വലിയ പ്രൊസീജിയർ ഒന്നും അല്ല. ഒരു ബാഗ് മീൻസ് സ്കാൽപ്പ് കവർ ചെയ്തിട്ട് ഓസോൺ എയർ നമ്മൾ അതിൽ ഒരു ബാഗിലൂടെ അല്ലെങ്കിൽ ഒരു ട്യൂബിലൂടെ കടത്തിവിടുന്ന ഒരു പ്രൊസീജിയറാണ്. പെട്ടെന്ന് ഇച്ചിങ് കുറയാനായിട്ട് വിതിൻ മേ ബി ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും നമുക്ക്. എന്തായാലും നമുക്ക് ആ ഒരു പ്രൊസീജിയർ ഞാൻ ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പൊ അതിലൂടെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണലി പെട്ടെന്ന് വ്യത്യാസം വരും. അതിന്റെ കൂടെ ഇന്റേണലി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡയറ്റ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ, അതുപോലെ എക്സസൈസ് ചെയ്യണം, പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സപ്ലിമെന്റ്സും കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് എങ്ങനെ വരാൻ പറ്റും, എന്താണ് ഡീറ്റെയിലിനെ പറ്റി നമുക്ക് ചോദിക്കാം. എങ്ങനെ വരാൻ പറ്റും, എവിടെയാണ് പ്രോപ്പർ സ്ഥലം? ഞങ്ങളുടെ ക്ലിനിക്ക് വരുന്നത് എറണാകുളം കളമശ്ശേരി പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ്. അപ്പൊ നമ്പർ നമുക്ക് ഇതിനകത്ത് കൊടുക്കല്ലേ? ഇപ്പൊ വിളിച്ചാൽ മതി. വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരണം. ഓക്കെ, അപ്പൊ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം. നിങ്ങൾ വിളിച്ചാൽ എല്ലാ ഡൗട്ടും വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും അല്ലേ? അതെ.